Hello all, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ദാറ്റ് എവറി ഗേൾസ് മസ്റ്റ് ഹാവ്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കുറച്ച് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പാർലർ ലൈക്ക് ആയിട്ട് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും പറ്റും കേട്ടോ. പാർലറിലൊന്നും പോയി ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രം മതി നമ്മളെ ഹെയറിന് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് അല്ല, ഹെയർ സ്റ്റൈലിങ്ങിനുള്ള പ്രോഡക്ട്സും ടൂൾസും ആണ് കേട്ടോ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഹെയർ കെയർ പ്രോഡക്ട്സ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഹെയർ സിറമാണ്. ഈ ഹെയർ സിറം എന്ന് പറയുമ്പോൾ സ്ട്രീക്സിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് സ്ട്രീക്സിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ സിറം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ സിറം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് പ്രൊട്ടക്ഷൻ നൽകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസ്സാണ്. ഇപ്പം ഭയങ്കര ഫ്രിസ്സി ആയിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു ഹെയറിൽ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് അത്ര നല്ലൊരു ഭംഗി ഉണ്ടാവില്ല കാണുമ്പോൾ. അപ്പം നല്ലൊരു ഫിനിഷ് കിട്ടാനും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഹെയർ സിറം അതിന് വേണ്ടി മാത്രമല്ല, ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഹെയറിൻ്റെ ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ പോലെയും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഹെയർ സിറത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മുടെ സ്ട്രീക്സിൻ്റെ വാൽനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ വെറ്റ് ഹെയറിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് തോർത്തിയിട്ടുള്ള ഒരു വെറ്റ്നസ് ഉണ്ടല്ലോ, ആ ഒരു വെറ്റ്നസ്സിലാണ് നമ്മൾ ഈ ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാനുള്ളത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, ഹെയറിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹെയറിൽ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനായിട്ട് നല്ലൊരു ഹോൾഡും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി ഷൈൻ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഹെയർ സിറം വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റഡ് ഹെയർ ആയാലും നാച്ചുറൽ ഹെയർ ആയാലും ഈ ഒരു ഹെയർ സിറം വാങ്ങിക്കോളൂ. ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റ് വരുന്ന ടൂൾസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രെയിറ്റ്നർ ആയാലും ഹെയർ ഡ്രയർ ആയാലും കളർ ആയാലും എന്തായാലും നമ്മൾ ഹെയറിൽ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് അടിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബി ബ്ലണ്ടിൻ്റെ ഹെയർ പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും വാങ്ങുക. കാരണം നമ്മളിപ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഹെയറിലേക്ക് ചൂട് തട്ടുമ്പോൾ ഹെയർ ഡാമേജ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 1-2 തവണയൊക്കെ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഹെയർ സ്റ്റൈലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ടൂൾസ് യൂസ് ചെയ്യാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ എന്തായാലും ഡാമേജ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ പ്രൊട്ടക്ഷൻ മിസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഹെയർ സിറം ഹെയർ പ്രൊട്ടക്റ്റൻ സ്പ്രേയും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടൂൾ വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇത് നമ്മുടെ ഹെയർ ഡ്രയർ ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഹെയർ ഡ്രയർ ആണ്. ഈ ഒരു ഹെയർ ഡ്രയറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു നോസിലും കൂടെ കിട്ടും കേട്ടോ. അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന നോസിൽ. ഈ നോസിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോസിൽ വെക്കുമ്പോഴേക്കും നല്ല ഹീറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരും. പിന്നെ നമ്മുടെ ഈ ഹെയർ ഡ്രയറിൽ ഏകദേശം 3 മോഡുകളാണുള്ളത്. ഒന്ന് ചൂടില്ലാത്ത, അതായത് നോർമൽ ആയിട്ടുള്ള എയർ വരും. അതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ളൊരു ഹോട്ട് എയറും പിന്നെ നല്ല കുറച്ചുകൂടി ഒന്ന് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഹീറ്റ് എയറും കൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നോസിലും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ കേൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ നേരത്ത് നോർമൽ ആയിട്ടുള്ള എയർ, അതായത് നോർമൽ ഹീറ്റ് അല്ല, നോർമൽ ആയിട്ടുള്ള ചൂടൊന്നും ഇല്ലാത്ത ഒരു എയർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഹീറ്റ് കൊടുക്കുന്നവർ നമ്മുടെ മുടി ഡാമേജ് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ എയറിലാണ് ഇട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഹെയർ ഡ്രൈ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ 2 സ്വിച്ചുകളാണ് വരുന്നത്. ബ്ലാക്ക് സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ എയറിൻ്റെ ഇൻറ്റൻസിറ്റി 0, 1, 2. 0 മീൻസ് സ്ലോ, പിന്നെ മീഡിയം, ഫാസ്റ്റ് ആയിട്ട് വരുന്നത്, ഇൻറ്റൻസ് ആയിട്ട് വരുന്നത്. പിന്നെ റെഡ് എന്ന് പറയുന്നത് ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 എന്ന് പറയുമ്പോൾ നോർമൽ എയർ, മീഡിയം ഹീറ്റിൽ വരുന്ന എയർ 1, പിന്നെ 2 എന്ന് പറയുമ്പോഴത്തേക്കും നല്ലോണം കുറച്ചുകൂടി ചൂട് കൂടുതലുള്ള ഒരു എയറാണ് വരുന്നത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറച്ചും ഹീറ്റ് കൺട്രോൾ ചെയ്തും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹീറ്റ് 0-ലും ഇൻറ്റൻസിറ്റി 0-ലും ആണെങ്കിൽ വളരെ ചെറിയൊരു എയർ ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ അടുത്തടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹെയർ ഡ്രയർ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഗേൾസിൻ്റെ ആയാലും ബോയ്സിൻ്റെ കയ്യിലൊക്കെ ഉള്ളതാണ് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐക്കോണിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. അപ്പോൾ നമുക്ക് പല പല ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഫിലിപ്സിൻ്റെയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഐക്കോണിക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഹെയർ അയണിങ് പ്ലേറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം അയണിങ് പ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒരു ഡ്യൂറബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ടൈറ്റാനിയവും ഉണ്ട്, നമുക്ക് സെറാമിക് ആയിട്ടുള്ള അയണിങ് പ്ലേറ്റുകളും ഉണ്ട്. ഇപ്പോൾ ടൈറ്റാനിയം യൂസ് ചെയ്യുന്നത് കൂടുതലും ഭയങ്കരമായിട്ടുള്ള കേളി ആൻഡ് ഭയങ്കര തിക്ക് ആൻഡ് കേളി ഹെയർ ഒക്കെ ഉള്ളവരാണ് കൂടുതലും ഞാൻ ടൈറ്റാനിയം പ്ലേറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ടു ഒരു വേവി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു വേവി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെറാമിക് പ്ലേറ്റ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഭയങ്കര തിക്ക് ആൻഡ് കേളി ആയിട്ടുള്ള ഒരു സെറാമിക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രൈറ്റ് ആയി വരുമല്ലോ. ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആവുകയാണെങ്കിൽ തന്നെയും കുറച്ച് നേരം മാത്രമേ നിൽക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള അയണിങ് പ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഐക്കോണിക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഓണായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ 180-ലാണ് കിടക്കുന്നത്. ഇപ്പോൾ എത്രയാണ്, നമുക്ക് 235 വരെയാണ് മാക്സിമം ഹീറ്റ് വരുന്നത്. മിനിമം എന്ന് പറയുന്നത് 130 സെൽഷ്യസ് ആണ് മിനിമം വരുന്നത്. നല്ല ഹീറ്റ് വരും കേട്ടോ. 230-ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 235-ലൊക്കെ ആണെങ്കിൽ നല്ല ഹീറ്റ് വരും, പെട്ടെന്ന് തന്നെ മുടി സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു AI ടൂൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ലോക്ക് ബട്ടൺ കണ്ടോ. ഈ ലോക്ക് ബട്ടൺ നമ്മളിങ്ങനെ ഈ പ്ലേറ്റ്സ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് ബട്ടൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് നമ്മൾ കൈയെടുത്താലും കണ്ടോ ഈ പ്ലേറ്റ്സ് തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആയി തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈയൊക്കെ വേദനിക്കില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ലോക്ക് ബട്ടൺ ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് ഓഫ് ചെയ്യുമ്പോൾ ഇത് റിലീസ് ആയിക്കോളും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത്. നല്ലൊരു സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നോർമലിലേക്ക് പോവില്ല, കുറേ നേരം തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഹെയർ ടൈപ്പ് അനുസരിച്ച് പ്ലേറ്റുകൾ തമ്മിൽ വ്യത്യാസം വരുത്തിക്കോളൂ. അപ്പോൾ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതാണ്. ഇതൊരു മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇത് നമ്മുടെ ഹെയർ കേളറാണ് കേട്ടോ. ഇതും നമ്മുടെ ഐക്കോണിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഹെയർ കേളറാണ്. ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് ഹെയർ കേൾ ചെയ്യാം, പക്ഷേ പെട്ടെന്ന് നമുക്ക് ഹെയർ ഒക്കെ കേൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേളർ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടുള്ള കേൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നാച്ചുറൽ ആൻഡ് കുറച്ചുകൂടെ എന്താ പറയുക ലോങ് ആയിട്ടുള്ള കേൾസാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ സൈഡൊക്കെ കേൾ ചെയ്യാനും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു കേൾസ് ഉണ്ടല്ലോ, ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്ന കേൾസൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ഹെയർ കേളർ തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ കേളി ഹെയർ ആണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഒരു ട്രെൻഡും അതാണ്. ഒരു സ്പൂക്കി സ്ട്രെയിറ്റ് ഹെയറിനെക്കാളും കുറച്ചുകൂടെ വേവി കേളി അങ്ങനത്തെ ഹെയറുകളാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നല്ല തിക്കായിട്ട് നമ്മുടെ പേളിമാനിൻ്റെയൊക്കെ ഹെയർ പോലെ നല്ല സ്പ്രിങ് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല സൈസസിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ചുകൂടെ ഒരു തിക്നെസ് കൂടിയ ഒരു കേളറാണ്. ഇതിൻ്റെ കുറച്ചിങ്ങനെ വളരെ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന കേളേഴ്സ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നല്ല തിക്കായിട്ടുള്ള കേളി ഹെയർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കളർ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ഇപ്പോൾ ഒരു 120 ആ ഒരു റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡെയിലി യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ്നർ മതിയാവും. ജസ്റ്റ് ഒന്ന് വേവി ആയിട്ട് ഇടാനും അല്ലെങ്കിൽ ഒരു ലോങ് കേൾസ് ഒക്കെ കൊടുക്കാൻ നമ്മുടെ സ്ട്രെയിറ്റ്നർ തന്നെ ധാരാളമാണ്. നല്ലോണം നമ്മുടെ ഈ നൂഡിൽസ് പോലെ സ്ട്രെയിറ്റ് ആക്കി ഇടണമെന്നൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേളർ തന്നെ വേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട 4 ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിൽ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഹെയർ ഡീറ്റാങ്കിൾ ബ്രഷാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇങ്ങനെ ചെടയൊക്കെ പൊട്ടിച്ച് മുടിയൊന്നും
ഡാമേജ് ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ ജടയൊക്കെ ഊരിപ്പോരും. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് മസ്റ്റ് ആവുന്ന തന്നെ ഞാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ടും അതുപോലെ തന്നെ വളരെ തിക്കായിട്ടുള്ളത് അടുപ്പിച്ചുള്ള ബ്രഷ് കോമ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ചുമ്മാ പൊട്ടി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഹെയർ ഡീറ്റാങ്കിളിങ് ബ്രഷ് ഉണ്ടെങ്കിൽ എത്ര ജടയുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഊരിപ്പോരും കേട്ടോ. ജടയൊക്കെ നന്നായിട്ട് കളയാനായിട്ട് പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിംഗ് ടൂൾ എന്ന് പറയുന്നത്. നേരത്തെ ഹെയർ ഡ്രയർ കാണിച്ചപ്പോൾ പറയില്ലേ, നമ്മൾ നോസിലിട്ടിട്ട് നമുക്ക് ഹെയർ ഡ്രയർ ഹീറ്റ് ഹെയർ വെച്ചിട്ട് നമുക്ക് കേൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു ഹെയർ ബ്രഷ്, റൗണ്ട് ഹെയർ ബ്രഷ്. അതായത് നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മുടി ഒരു സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇതിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോസിലിട്ടിട്ട് ഹെയർ ഡ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള കർവ് അല്ലെങ്കിൽ നല്ല കേളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബാങ്ക്സ് ഒക്കെ ഇട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാങ്ക്സ് കുറച്ചുകൂടി നല്ല ബൗൺസി ആയിട്ടും അതുപോലെ ഒരു കർവി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ടൂള്. അപ്പോൾ കുറച്ച് ഹെയർ ഇവിടെ നിന്ന് ഇങ്ങനെ ബാങ്ക്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്തോളൂ. ഹീറ്റ് എയർ ഇട്ടിട്ട് ഹെയർ ഡ്രൈ ചെയ്താൽ നല്ല ബാങ്ക്സ് ഒക്കെ നല്ല നാച്ചുറലായിട്ട് നല്ല കർവി ആയിട്ടും ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ഒരു കോംബോ. നെക്സ്റ്റ് വേണ്ടതാണ് ഇതുപോലെ നമ്മുടെ ഒരു ലോങ് ടെയിൽ ആയിട്ടുള്ള ഒരു കോംബോ വേണം. അതായത് നമുക്ക് ഹെയർ നല്ല പാർട്ടീഷൻ എടുക്കാൻ, എവിടെ നിന്ന് വേണമെങ്കിൽ ഹെയർ സെക്ഷൻസ് തിരിക്കാനും പാർട്ടീഷൻസ് എടുക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇതുപോലെ ലോങ് ടെയിലുള്ള കോംബോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പാർട്ടീഷൻസ് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സാധാരണ കോംബ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. ഇത് നല്ല അടുപ്പിച്ചുള്ള പല്ലുകളുള്ള കോംബാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലോങ് ടെയിൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ പല്ലകലമുള്ളൊരു ചീർപ്പും കൂടെ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹെയർ സെക്ഷൻ ക്ലിപ്പുകൾ. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിലും കേൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊരു ഭയങ്കര ഒരു മെസ്സി ആയിട്ടുള്ള പരിപാടിയാണല്ലേ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സെക്ഷനും നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും ചെയ്തതും ചെയ്യാത്തതും കൂടെ എല്ലാം കൂടെ കൊടുന്ന് കുഴഞ്ഞു മറിയൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നീറ്റായിട്ടും പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ചെയ്യാനും കേൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ സ്ലൈഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ ഹെയർ മാത്രം എടുക്കുക, ബാക്കി ഹെയർ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഹെയർ സെക്ഷൻ ക്ലിപ്പ്. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫുള്ള് മുടി സ്ട്രെയിറ്റ് ആക്കാനോ അല്ലെങ്കിൽ ഫുള്ള് മുടി കേൾ ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫൈനലി വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഹെയർ ആക്സസറീസ് ആണ്. അതായത് സ്ലൈഡ്സ്, യൂപിൻ, മുല്ലപ്പൂ വെക്കുന്ന സ്ലൈഡ്, അങ്ങനെയൊക്കെ എല്ലാം ഇല്ല. പിന്നെ ഹെയർ ബാൻഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഹെയർ ആക്സസറീസും അതിലുണ്ടാവും. പിന്നെ എന്താ പറയുക, യൂപിൻസ് നിങ്ങൾ വാങ്ങി വെക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ട്രഡീഷണൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പം മുല്ലപ്പൂവൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡുകൾ എടുത്തെടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് യൂപിൻസ് വെച്ച് സെക്യൂർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ യൂപിൻസ്, ഹെയർ ബാൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തതല്ലേ, പക്ഷേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കേൾ ചെയ്യുന്നു, സ്ട്രെയിറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്തല്ലേ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. പക്ഷേ അതിന് ഡ്യൂറബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ലാസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് ഈ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയർ ഹോൾഡിംഗ് സ്പ്രേ എന്ന് പറയുന്നത്. ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വെള്ളം തട്ടി കഴിയുമ്പോഴേ നമ്മുടെ മുടി ബാക്ക് ടു നോർമൽ ആവും. അപ്പം നല്ലോണം ഒരു 70 ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഷോസ്കോഫിൻ്റെ ടാഫ്റ്റ് 5+ ആണ്, 5 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 72 അവർ വരെ ഹോൾഡ് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഗോഗ്രേജ് അങ്ങനെ പല സെറ്റിംഗ് സ്പ്രേകളുണ്ട്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഹെയർ സ്റ്റൈൽ ഒരു ദിവസം ഫുൾ ഒരു 24 അവറെങ്കിലും അറ്റ്ലീസ്റ്റ് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ബേബി ഹെയർസൊക്കെ പൊങ്ങി വരും. അതുപോലെ തന്നെ ഒരു നീറ്റ്നെസ് ഇല്ലാതെ പോലെ ഇരിക്കും. അപ്പോൾ ഹെയർ നല്ല നീറ്റായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നമുക്കിപ്പോൾ എങ്ങനെ മെസ്സി ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഏതൊരു ഹെയർ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും അത് അവിടെ തന്നെ സ്റ്റിഫായിട്ട് ഹോൾഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഹെയർ പിന്നെ ഷൈനിങ് സ്പ്രേ, അതുപോലെ തന്നെ ഹെയർ മൂസ് പൗഡർ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉള്ളത് നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഹെയറിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഹെയറെല്ലാം സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറേ അധികം നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ
പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൽ ക്രിമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ക്രിമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ തനിയെ ബ്രൈഡായിട്ടൊക്കെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ക്രിമ്പറൊക്കെ മസ്റ്റ് ഹാവ് ആണ്. ക്രിമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മുടി നല്ല സെറ്റായിട്ട് ഇരിക്കുള്ളൂ. നല്ല റഫ് ടെക്സ്ചർ കിട്ടിയാൽ മാത്രമേ ഹെയർ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് കാഷ്വലി പോകാനായിട്ട് ഇപ്പം വേണ്ടത് എന്താ, ഒരു ഹെയർ ഡ്രയർ, അതുപോലെ തന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ, ഒരു സിറം, സെറ്റിംഗ് സ്പ്രേ വേണം. പിന്നെ ഈ കാണിച്ച കുറച്ച് ടൂൾസ്, കേളർ, സ്ട്രെയിറ്റ്നർ, പിന്നെ നമ്മൾ ഹെയർ ആക്സസറീസ്, ഇത്രയൊക്കെ മാത്രം മതി നമുക്ക്. പിന്നെ നല്ല കോമ്പ്, അതൊക്കെ മതി. അല്ലാതെ പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയെങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് ഒരു പാർലർ ലൈക്ക് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.